മർക്കോസ് 10:17. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യരും. അല്ലാത്തവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഷയം ചിന്തിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ ഒരു ആത്മീയ ജീവി ആണ് എന്നതുകൂടെയാണ്. കാണുന്നതിനപ്പുറം കാണാനാകാത്ത പലതുമുണ്ടെന്നും അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയും അതിനാലാണ് ഉണ്ടാകുന്നത്. കേവലം അറിവ് നേടുക എന്നതിനപ്പുറം തൻ്റെ ഭാവി, പ്രത്യേകിച്ച് മരണാനന്തര ഭാവി ഉറപ്പുവരുത്താൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ ചിലർ ആത്മീയ ലോകമില്ലെന്ന് സ്വയം വിശ്വസിപ്പിച്ച് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ചുള്ള മാനസിക നില ഉള്ളവരായിത്തീരുന്നു. ഇവിടെ ഈ ലോകത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തയുള്ള ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് സംശയ നിവാരണം വരുത്താൻ ശ്രമിക്കുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ നല്ല ധനികനായിരുന്നു. സമ്പത്തിന് സംതൃപ്തിപ്പെടുത്താനാകാത്ത ആത്മീയ ദാഹം ആ യുവാവിനുണ്ടായിരുന്നു. ദൈവത്തെയും അവിടുത്തെ കൽപ്പനകളെയും സ്നേഹിച്ച ഒരുവനായിരുന്നു അദ്ദേഹം. യേശുവും അദ്ദേഹത്തെ പ്രത്യേകം സ്നേഹിച്ചു. ദൈവവചനം പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും നിത്യജീവൻ പ്രാപിക്കാൻ തനിക്ക് തടസ്സമായി എന്തോ ഉണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ വന്ന് അതെന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. നിത്യജീവൻ കണ്ടെത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ശരിയായ മാർഗം യേശുവിനെ സമീപിക്കുക എന്നത് തന്നെയാണ്. ആ മനുഷ്യൻ്റെ കുറവെന്താണെന്ന് യേശു പറഞ്ഞു കൊടുത്തു. അത് അയാളുടെ സമ്പത്താണ്. അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് യേശുവിനെ അനുഗമിക്കാൻ അവിടുന്ന് കൽപ്പിച്ചു. എന്നാൽ അതിന് കഴിയാതെ അയാൾ ദുഃഖിച്ച് തിരിച്ചുപോയി. ഈ ഭൂമിയിൽ സമ്പന്നനായിരിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കാതിരിക്കാൻ ഒരു കാരണമല്ല. എന്നാൽ ഈ വ്യക്തിയുടെ മനസ്സ് അതിൽ ബന്ധിക്കപ്പെട്ടിരുന്നു എന്നതാണ് തടസ്സമായത്. നിത്യജീവന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.